ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം വൃത്തം ശിഖരിണി ശ്ലോകം 1. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണ പരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ. ഭവദ് ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം. 12ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ സമുദ്രത്തിനടിയിൽ നിന്ന് ഭൂമിദേവിയെ തൻ്റെ തേറ്റമേലെടുത്ത് പൊക്കിക്കൊണ്ട് ജലത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. ഹിരണ്യാക്ഷനുമായി ശ്രീ വരാഹമൂർത്തി യുദ്ധം ചെയ്യുന്നതും ഹിരണ്യാക്ഷ വധവും മഹർഷിമാരുടെ സ്തുതിയും ഒക്കെയാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഭാഗവതം 3ാം സ്കന്ധത്തിലെ 18-19 അധ്യായങ്ങളാണ് ഈ ദശകത്തിന് ആധാരമായിട്ടുള്ളത്. താവത് അപ്പോഴേക്കും ഭഗവാൻ സമുദ്രത്തിൽ നിന്ന് തൻ്റെ തേറ്റയുടെ അറ്റത്ത് ഭൂമിദേവിയെ ഇരുത്തിക്കൊണ്ട് പൊങ്ങി വരുന്ന ആ സമയത്ത് ഭവത് ഭക്ത അങ്ങയുടെ ഭക്തനും കപടപടുധീ കാപട്യത്തിന് പടു സാമർഥ്യമുള്ള ധീ ബുദ്ധിയുള്ളവനും നല്ല മിടുക്കനായിട്ടുള്ളവൻ, കാപട്യത്തിന് നല്ല മിടുക്കുള്ള ബുദ്ധിയുള്ളവനുമായ നാരദ മഹർഷി വരദ ഭഗവാനെ വിളിക്കുകയാണ്. വരദ വരങ്ങളെ തരുന്നവനേ ഭഗവാനേ. ഭവത് അന്വേഷണപരം, ഭവത് അങ്ങയെ അന്വേഷണപരം തിരഞ്ഞു പിടിക്കുന്നതിൽ ഏർപ്പെട്ടവരും. ഇവിടെ ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ ഈ ഭൂമിദേവി എടുത്തുകൊണ്ട് വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നത്, സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. അത് കണ്ട നാരദ മുനി നേരെ ഹിരണ്യാക്ഷന്റെ അടുത്തേക്ക് ചെന്നു. ഹിരണ്യാക്ഷൻ ഭഗവാനെ ഇങ്ങനെ തെരഞ്ഞ് അന്വേഷിച്ചു പിടിച്ച് നടക്കുമ്പോഴാണ് നാരദൻ ചെല്ലുന്നത്. ഇനി ഹിരണ്യാക്ഷൻ എങ്ങനെയാണ് ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? നിജ തൻ്റെ ജംഘ എന്ന് പറഞ്ഞ കാൽവണ്ണ, ജംഘ പരിമിതേ കണങ്കാലോളം മാത്രം എത്തുന്നതായ സാംവർത്തേ പയസി പ്രളയജലത്തില്, പയസി ജലത്തില്, പയസ് എന്ന് പറഞ്ഞ ജലം എന്നാണ് ഇവിടെ അർത്ഥം. സാംവർത്തേ പയസി പ്രളയജലത്തില് ചരന്തം ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ ഹിരണ്യാക്ഷന്റെ കണങ്കാലോളം മാത്രമേ അവിടെ വെള്ളമുള്ളൂ. ആ കണങ്കാലോളം വെള്ളമുള്ള ആ പ്രളയ ജലത്തിൽ കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനാണ്, ഭഗവാനെ അന്വേഷിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ആ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ ഹിരണ്യാക്ഷനെ ഗത്വാ പ്രാപിച്ച് അവന്റെ അടുത്തേക്ക് ചെന്ന് ധനുജം അസുരനെ ഹിരണ്യാക്ഷനെ നന്ദൻ പുകഴ്ത്തിക്കൊണ്ടും, ഹിരണ്യാക്ഷനെ അങ്ങോട്ട് പുകഴ്ത്തി നാരദൻ. ഹിരണ്യാക്ഷന്റെ ഗുണഗണങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പുകഴ്ത്തി. അതിനുശേഷം തവബലം നിന്ദൻ അഭി, തവബലം അങ്ങയുടെ ശക്തിയെ ബലത്തെ, നിന്ദൻ അഭി നിന്ദിച്ചുകൊണ്ടും താഴ്ത്തിപ്പറഞ്ഞുകൊണ്ടും ഹിരണ്യാക്ഷനെ അങ്ങോട്ട് ഒരുപാട് പൊക്കി പറഞ്ഞു, ഭഗവാനെ അങ്ങോട്ട് താഴ്ത്തിയും പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ശനൈ ഊജേ പതുക്കെ സാവകാശമായിട്ട്
ഊജേ പറഞ്ഞു. അപ്പൊ ഇവിടെ നാരദ മഹർഷി നേരെ ചെന്ന് ഭഗവാനെ അന്വേഷിച്ച് ഓടിപ്പാഞ്ഞു നടക്കുന്ന ഹിരണ്യാക്ഷന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹിരണ്യാക്ഷനെ അങ്ങോട്ട് പുകഴ്ത്തി ഭഗവാനെ അങ്ങോട്ട് ഒരുപാട് താഴ്ത്തി വളരെ പതുക്കെ ഹിരണ്യാക്ഷനോട് പറഞ്ഞു കൊടുത്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.